വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഹിസ്റ്ററി ബൈ നാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 115/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ തന്നെയുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിലും എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു എന്നാണ് ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയോളൂ. Neither of the two men dash very tall. Neither of the two men dash very tall. ഇവിടെ was, has, were, be. ഈ വാസും ഹാസും വേറും ബി ഒക്കെ വെർബുകളാണ് നിങ്ങൾക്ക് അറിയാം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഏത് വെർബാണ് ഈ പറയുന്ന ചോദ്യത്തിലൂടെ ചേർത്ത് എഴുതാൻ പറ്റുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടു മെൻ എന്ന് കണ്ടു അല്ലെ. ടു മെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം എന്താണ്? രണ്ട് ആളുകൾ അല്ലെങ്കിൽ രണ്ട് മനുഷ്യരെന്നാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ. അപ്പൊ ആ നൗൺ എന്താണ്? ഒരു പ്ലൂറൽ നൗൺ ആണ് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ പ്ലൂറൽ നൗൺ ആണ്. അത് പ്ലൂറൽ നൗൺ ആണെങ്കിൽ അതിനെ കൂടെ ചേർന്ന് വരുന്ന വെർബ് എന്തായിരിക്കും? പ്ലൂറൽ വെർബ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സബ്ജക്റ്റ് ആയ ഈ പറയുന്ന ഇത്രയും പോർഷനിൽ ഒരു നൈദർ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നൈദർ ഓഫ് ദി ടു മെൻ എന്ന് പറയുന്നിടത്ത് ഒരു നൈദർ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന നൗൺ പ്ലൂറലോ സിംഗുലറോ എന്നും നോക്കേണ്ട ആവശ്യമില്ല. നൈദർ ആ നൗണോട് ചേർന്ന് വന്നിരിക്കുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കുമെന്ന് ഓർത്തു വെക്കുക. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മള് പ്ലൂറൽ നൗനോട് അക്കമ്പനി ചെയ്ത് ഒരു നൈദർ എന്ന വേർഡ് വന്നിരിക്കുകയാണെങ്കിൽ സിംഗുലർ നൗനോട് അക്കമ്പനി ചെയ്ത് നൈദർ എന്ന വേർഡ് വന്നിരിക്കുകയാണ്. എന്തിരുന്നാലും അതിന്റെ വെർബ് എന്തായിരിക്കും? ഒരു സിംഗുലർ വെർബ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? അതെ, ഇവിടെ സിംഗുലർ വെർബായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഉത്തരത്തിന് വാസ് എന്നായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്താ വരും? നൈദർ ഓഫ് ദ ടു മെൻ വാസ് വെരി ടോൾ എന്ന് പറഞ്ഞ് ആൻസറിലേക്ക് എത്തും. അപ്പൊ പോയിന്റ് മനസ്സിലായോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾ നോക്കാം അടുത്ത ചോദ്യം. I have been living in the city dash 2015. I have been living in the city dash 2015. ഓപ്ഷൻസിൽ till, since, by, for. ഈ ഓപ്ഷൻസിൽ ഏതാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് നോക്കാം. ചോദ്യം ഇതാണ്. I have been living in the city എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഈ സിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഷ് 2015 ആണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പാസ്റ്റിലാണ് ഈ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, എന്നാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻസ് എന്താണെന്ന് നോക്കുക. പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിന്റെ ഫോം നോക്കുക. ഒരു സെന്റൻസ് തന്നാല് അതില് ഹാസ് ഓർ ഹാവ് എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് എന്നാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തിരിച്ചറിയാനുള്ള മാർഗം. ഒരു സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എങ്ങനെ തിരിച്ചറിയും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് എന്ന ഫോമിലാണ് ആ സെന്റൻസ് തന്നിരിക്കുന്നെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കാവുന്നത് ഹാവ് ബീൻ ലിവിങ്. ഇവിടെ എടുക്കാം. ഹാവ് ബീൻ ലിവിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് ബീൻ ലിവിങ്. ഇത് നമുക്ക് ഇതിൽ ടെൻസ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ഹാവ് ബീൻ ലിവിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻസ് കൊടുത്തിരിക്കുന്നത് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ലിവ് എന്ന് പറയുന്ന വെർബിന്റെ ing ഫോം ആണ് അല്ലെ. ing ഫോം ഓഫ് ദി വെർബ്. അപ്പൊ ഇവിടെ ലിവ് എന്ന് പറയുന്ന വെർബ്, ആ വെർബിന്റെ ing ഫോമിലാണ് നമ്മൾ ലിവിങ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്ന ഫോമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിന്റെ ഫോർമാറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ്. മനസ്സിലായോ? ഒരു സെന്റൻസ് എങ്ങനെയാണ്, ഏത് ടെൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന് മനസ്സിലാക്കുള്ളത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സിറ്റി ഡാഷ് 2015 എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പൊ ആക്ഷൻ തുടങ്ങിയത് പാസ്റ്റിലാണ്, എന്നാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇത് ഏത് ടെൻസിലാണ് തിരിച്ചറിയാൻ പറ്റും? ഹാവ് ബീൻ ലിവിങ്. അപ്പൊ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ലിവിങ് എന്ന് ലിവ് എന്ന് പറഞ്ഞ വെർബാണ്. ആ ലിവിങ്ങിന്റെ കൂടെ ing ചേർത്ത് ലിവിന്റെ കൂടെ ing ചേർത്ത് ലിവിങ് ആയി. അപ്പോൾ വെർബിന്റെ ing ഫോമോട് ചേർത്താണ് നമുക്ക് ഈ ടെൻസ് കിട്ടിയിരിക്കുന്നത്. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്നാണ് ഈ ഫോർമാറ്റ് കിടക്കുന്നത്. അപ്പം ടെൻസ് ഏതാണ് മനസ്സിലായി? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം നമ്മൾ മനസ്സിലാക്കുന്നത് ഹാസ് ഓർ ഹാവ്. ഒന്നുകിൽ ഹാസ് ആയിരിക്കും, അല്ലെങ്കിൽ സെന്റൻസിൽ ഹാവ് ആയിരിക്കും, പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്നായിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഹാസ് എന്ന് പറയുന്നത്
എവിടെ നോക്കണം? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വെർബ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. ഇവിടെ സെന്റൻസിൽ ഹാസ് വരുമ്പോൾ അതിന്റെ അർത്ഥം ഈ ഹാസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വെർബാണ് അല്ലെ. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ ഹാസ് എഴുതാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്നാണ് ആ സെന്റൻസ് വരേണ്ടത്. എന്നാൽ ഇവിടെ ഐ എന്ന് പറയുന്ന ആളിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കരുതുന്നതുകൊണ്ട് ഹാസിന് പേര് നമ്മൾ എന്ത് കൊടുത്തു? ഹാവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഐ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് എന്ന ഫോർമാറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി മനസ്സിലാക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇതില് നമ്മളിവിടെ 2015 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ്, ഒരു പോയിന്റ് കാണും, ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് സൂചിപ്പിക്കുന്നത് അല്ലെ. 2015 എന്ന് പറയുന്ന വർഷം എടുത്ത് കാണിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് സിൻസ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ 2015 എന്ന പോയിന്റ് ഓഫ് ടൈം ആണ് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? സിൻസ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിൻസ് 2015 നമ്മൾ ഉത്തരം വരേണ്ടത്. കാരണം ഇവിടെ എന്താണ്? പോയിന്റ് ഓഫ് ടൈം ആണ് സൂചിപ്പിക്കുന്നത്. ഇനി സിൻസ് മോർണിംഗ്, സിൻസ് ഈവനിങ്, അങ്ങനെ പോയിന്റ് ഓഫ് ടൈമിന് സൂചിപ്പിച്ചാൽ നമ്മൾ അവിടെ എന്ത് എഴുതണം? സിൻസ് ആണ് എഴുതേണ്ടത്. അപ്പൊ മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ തിരിച്ചറിയുന്നത് മനസ്സിലായല്ലോ? എന്ത് ഫോമിലായിരിക്കും? നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിന് കൂടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ഇവിടെ നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് അതുകൂടെ ഫ്രണ്ടിൽ എന്തുണ്ട്? സബ്ജക്ട് ഉണ്ട് കേട്ടോ. ഇതിന് ഫ്രണ്ടിൽ ആരുണ്ട്? സബ്ജക്ട് ഉണ്ട്. നമ്മൾ ഈ ചോദ്യത്തിലെ സബ്ജക്ട് ആരാണ്? ഐ ആണ്. അപ്പൊ ഈ സബ്ജക്ട് ഐ ഒരു പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇതിന്റെ കൂടെ നമ്മൾ ഹാവ് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഐക്ക് പകരം ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ, സിംഗിൾ ആയിട്ടുള്ള സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ ഹാവ് അല്ല കൊടുക്കുന്നത്, ഹാസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ ഉത്തരം എഴുതാം? ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദി സിറ്റി. ഇവിടെ സിൻസ് 2015 എന്ന് പറഞ്ഞുകൊണ്ടാണ് സിൻസ് 2015 നമ്മൾ കൊടുത്തിരിക്കുന്നത്. പോയിന്റ് ഓഫ് ടൈം കാണിച്ചതുകൊണ്ട് 2015 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് സിറ്റി സിൻസ് 2015 എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കി ഹാവ് ബീൻ ലിവിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോർമാറ്റ് കണ്ട് മനസ്സിലാക്കിയത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? പാസ്റ്റ് ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, പാസ്റ്റ് ഒരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ അതിന്റെ ഫോം എന്തായിരിക്കും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ നമ്മൾ ഐ ആയതുകൊണ്ട്, ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളുടെ ഐയുടെ കൂടെ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആയിട്ട് എടുത്തു. ഇനി ഐക്ക് പകരം ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ഇട്ട് കൊടുത്തേനെ. അപ്പൊ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ് ആണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഇവിടെ പോയിന്റ് ഓഫ് ടൈം ആണ്. ഈ വർഷം അല്ലെങ്കിൽ ഈ സിൻസ് മോർണിംഗ്, സിൻസ് ഈവനിങ്, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതണം? സിൻസ് ആണ് കൊടുക്കണം. അപ്പൊ മോർണിംഗ്, ഈവനിങ്, 2015 അല്ലെങ്കിൽ ഏതെങ്കിലും വർഷമോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം? സിൻസ് ആണ് നമ്മൾ എഴുതി ചേർക്കാനുള്ളത് കേട്ടോ. അപ്പൊ സിൻസ് 2015, സിൻസ് 2015 ഇൻ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിൻസ് മോർണിംഗ്, സിൻസ് ഈവനിങ് നമ്മൾ പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ സിൻസ് ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി പീരീഡ് ഓഫ് ടൈം, അതായത് ഇവിടെ നോക്കാം ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് സിറ്റി ഡാഷ് 10 years. അപ്പൊ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. 10 years എന്ന് പറയുന്നൊരു സമയം, ഒരു പരിധി അല്ലെ, ആ ഒരു സമയപരിധി കൊടുത്തിരിക്കുന്നത് പീരീഡ് ഓഫ് ടൈം സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ സിൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യാൻ പാടുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഒന്ന് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നിടത്ത് സിൻസും, ഇനി പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നിടത്ത് നമ്മൾ ഫോറുമാണ് കൊടുക്കേണ്ടതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഫോർ ഇവിടെ എന്താണ്? 10 years ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ്? പീരീഡ് ഓഫ് ടൈം ആണ് സൂചിപ്പിക്കുക. അപ്പൊ 10 years, 2 days അങ്ങനെയൊക്കെ നമ്മൾ ടൈം പീരീഡ് പറയുകയാണെങ്കിൽ അത് 4 ആണ് ചേർത്ത് എഴുതാവുള്ളത് കേട്ടോ. ഈ മറ്റടുത്താണെങ്കിൽ ആ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം കൊടുത്തിരിക്കുന്നെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റീകളക്ട് ചെയ്ത് വെച്ചേക്കും. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. The dash rose is the loveliest of all flowers. The dash rose is the loveliest of all flowers. ഇവിടെ ഓപ്ഷൻസിൽ നമ്മുടെ ആർട്ടിക്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. എ ആൻഡ് ദ, പിന്നെ ഇഫും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആർട്ടിക്കിൾ അല്ല, പക്ഷേ എ ആൻഡ് ദ എന്ന് പറയുന്ന സൂട്ടബിൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് ഇത് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യൂസ് ചെയ്ത് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. ആർട്ടിക്കിൾസിൽ ഏത് സൂട്ടബിൾ ആർട്ടിക്കിൾ ആണ് ഇവിടെ വരുന്നത്? The dash rose is the loveliest of all the flowers. അപ്പൊ നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ച് മനസ്സിലാക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് എടുത്ത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തെ എടുത്ത് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം. അതാണ് ദ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി എയും ആനും പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ.
ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് ഏതൊരു സാധനത്തിനെയും, അതിന് പ്രത്യേക സാധനം ഒന്നുമല്ല, ഏത് സാധനത്തെ നമ്മൾ എ എന്നും ആൻ കൊണ്ടും സൂചിപ്പിക്കും. ഇവിടെ നോക്കാം, എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ ആപ്പിൾ എന്ന്, സോറി, എ ബോക്സ് എന്ന് പറഞ്ഞാൽ, എ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് ബോക്സും ആകാം. ഇനി എ ബോക്സ് ഈസ് ഓൺ ദി ടേബിൾ, എ ബോക്സ് ഈസ് ഓൺ ദി ടേബിൾ, ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നു. അപ്പം ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നു, ഏതോ ഒരു ബോക്സ് ഇരിക്കുന്നു. അപ്പൊ ആ ബോക്സിന്റെ പ്രത്യേകത ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്? എ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ സെന്റൻസ് പറയാണ്, ദ ബോക്സ് ഈസ് റെഡ് ഇൻ കളർ, ദ ബോക്സ് ഈസ് റെഡ് ഇൻ കളർ. അപ്പൊ ഈ ബോക്സിന് എന്തൊരു പ്രത്യേകത ഉണ്ട്? എന്താണ്? റെഡ് കളറിലുള്ള ബോക്സ് എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഡെഫിനിറ്റ് അല്ല. അപ്പൊ എവിടെ വേണമെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഏതൊരു സാധനത്തിലൂടെ എ എന്ന് യൂസ് ചെയ്യും. ഇനി ആ ഒരു സാധനത്തിന് പ്രത്യേകത സൂചിപ്പിക്കാനാണ് നമ്മൾ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എ മാറിയിട്ട് എന്തായിട്ട് മാറും? ദ ആയിട്ട് മാറും. ഇനി എയും ആനും ഉണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എയും ആനും ഉണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എയും ആനും ഉണ്ട്. ഇനി എ എന്ന് പറയുന്നത് കോൺസണൻസിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്, ആൻ എന്ന് പറയുന്നത് വവൽസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഈ വവൽസിന്റെ കൂടെയാണ് ആൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ വവൽസിന്റെ കൂടെ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന വേർഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എ, ഇ, ഐ, ഒയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അതൊരു വവൽ സൗണ്ട് ആണ് വിചാരിച്ചിട്ട് നമ്മൾ ആൻ എഴുതും അല്ലെ? ആൻ ആണ് അവിടെ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. നമ്മൾ സാധാരണ ആപ്പിൾ എന്ന് പറയുമ്പോൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതൊരു വവലിന്റെ കൂട്ടത്തിൽ വരുന്നത് നമ്മൾ ആൻ ആപ്പിൾ എന്ന് എഴുതും അല്ലെ? എന്നാൽ ചില കേസുകളിൽ ഇത് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോവാം. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആൻ എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ്. ആൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന വവൽ സൗണ്ട്സിനോടൊപ്പമാണ്, വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനോടൊപ്പമാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ, ആപ്പിൾ, ആ എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒയിലെ വവൽസിലെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ആൻ കൊടുത്തു അല്ലെ? ഇനി അതുപോലെ അംബ്രല, അംബ്രല യു വെച്ച് ആണ് അത് തുടങ്ങുന്നത്. അപ്പൊ അത് ഐ, ഐ എന്ന് പറഞ്ഞ വവൽസിൽ വരുന്നതുകൊണ്ട് നമ്മൾ ആൻ കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, അതുപോലെ തന്നെ എഗ്, എഗ് ഈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ ആൻ കൊടുത്തു. ഇനി ഇവിടെ നോക്കാൻ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കാം, യൂണിഫോം, യൂണിഫോം എന്ന് പറയുന്നത് യു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ യു എന്നാണ് കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക എ, ഇ, ഐ, ഒ, യു എന്ന വവൽസ് ആണ് വരുന്നത്, അതാണ് വവൽസ് എങ്കിലും ആ, ഇ, ഐ, ഒ, ഉ എന്ന് ഉച്ചരിക്കുന്ന വിധത്തിൽ വരുന്ന വേർഡ്സിനോട് മാത്രമേ ആൻ ചേർക്കാറുള്ളൂ. അപ്പൊ ഇവിടെ നോക്കാം, യൂണിഫോം എന്ന് പറഞ്ഞിട്ട് യു എന്നാണ് കേൾക്കുന്നത്. ഈ പറയുന്ന ഒന്നും രീതിയിൽ ഉച്ചരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചേർക്കുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻ അല്ല, പകരം എ ആണെന്ന് ഓർത്ത് വെക്കാം. എ യൂണിഫോം എന്നാണ് പറയുന്നത്, ആൻ യൂണിഫോം എന്നല്ല. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? നമ്മൾ ഉച്ചരിക്കുമ്പോൾ യു എന്നാണ് കേൾക്കുന്നത്, അതുകൊണ്ട് എ യൂണിഫോം എന്നാണ് എഴുതാറ്. ഇതുപോലെ തന്നെയാണ് യൂറോപ്യൻ, യൂറോപ്യൻ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇ ആണ്, അതൊരു വവ്വലാണ്. പക്ഷെ നമ്മൾ യൂറോപ്യൻ എന്നാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചേർക്കണം? അവിടെ നമ്മൾ എ ചേർക്കാവൂ. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി നോക്കാം, ആൻ അവർ, അവർ എന്ന് പറയുമ്പോൾ മണിക്കൂർ അല്ലെ? അവർ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, എച്ചിലാണ് സ്റ്റാർട്ടിങ്, അവർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പറയുന്നത് വെച്ചിട്ട് അവിടെ ചേർക്കാനുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ആൻ ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഓണസ്റ്റ്, ഓണസ്റ്റ് ആണ് പറയുന്നത് എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യുമോ? ആന് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ പറയുന്ന ചോദ്യത്തില് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഡാഷ് റോസ് ഇസ് ദ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ ദി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്? എ റോസ് ഇസ് ദ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ് എന്നല്ല പറഞ്ഞത്, എല്ലാ ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിലും ഏറ്റവും ലവ്ലിയസ്റ്റ് ആണ് റോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ റോസിന് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? ആൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി, കാരണം അത് വവൽ സൗണ്ട് അല്ല, വവൽസ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്ന റോസ്. അപ്പം എന്തായിരിക്കും? ദ ആണ്. മനസ്സിലായി? അപ്പൊ ഉള്ള ഫ്ലവേഴ്സുകൾ എല്ലാം ലവ്ലിയസ്റ്റ് ആണ് റോസ് എന്ന് പറയുന്നത് കൊണ്ട് ആ റോസിന് പ്രത്യേകത സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇഡിയം തന്നിട്ടുണ്ട്, എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അതിന്റെ ഒരു ശൈലിയാണ് അല്ലെ? അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി ടു ബി അച്ചീവ്. അത് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒന്നിനെയാണ് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ടു ബി വെരി ദാറ്റ് ഈസ് വെരി ഈസി ടു ബി അച്ചീവ്. ഓക്കെ, അടുത്തത് പ്രൊഫോണ്ട് എന്ന വാക്ക് തന്നിട്ടുണ്ട്. പ്രൊഫോണ്ട് എന്ന വാക്കിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്ക് കണ്ടെത്താനാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് പ്രൊഫോണ്ടിന്റെ മീനിങ് നോക്കാം.
പ്രൊഫൗണ്ട് മീൻസ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. അപ്പൊ എന്തിനെങ്കിലും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനെ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് സംതിങ് എന്തിനെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കുന്ന പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. ഇനി എന്താണ് അതിന്റെ ഓപ്പോസിറ്റ്? അതിലെ സൂപ്പർഫിഷ്യൽ എന്നാണ് ഉത്തരം. എന്താണ് സൂപ്പർഫിഷ്യൽ? ഇപ്പൊ പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് ആഴത്തിൽ മനസ്സിലാക്കാം. സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് അപ്പിയർ ടു ബി ട്രൂ വെൻ എക്സാമിൻ മോർ ക്ലോസ്ലി. അതായത് നല്ല ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്ത് മാത്രമേ നമുക്കത് ട്രൂ ആണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനെയാണ് സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് ഡീപ്പസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതും സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് അത് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് ട്രൂ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സൂപ്പർഫിഷ്യലും അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഏതാണ്? പ്രൊഫൗണ്ട് ആണ്. അപ്പൊ പ്രൊഫൗണ്ട് മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? സൂപ്പർഫിഷ്യൽ. അപ്പൊ പ്രൊഫൗണ്ടിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ടു ബി ട്രൂ വെൻ എക്സാമിൻ മോർ ക്ലോസ്ലി. അപ്പൊ അത് രണ്ടേ ഉത്തരം കൂടെ മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് കുറച്ച് വേർഡ്സും അതിന്റെ മീനിങ്സും ആണ്. അപ്പൊ നമ്മള് എക്സാമിനേഷന് ചോദിച്ച വേർഡ്സ് ആണ്. അപ്പം ഇതൊക്കെ നോക്കാം. മാഗ്നം ഒപ്പസ്. എന്താണ് മാഗ്നം ഒപ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? എ ഗ്രേറ്റ് വർക്ക് എന്നാണ്. മാഗ്നം ഒപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, അതിന്റെ അർത്ഥം എ ഗ്രേറ്റ് വർക്ക് ആണ്. ഇനി വെരി വെൽത്തി എന്ന് പറയുന്നതിന് ഒറ്റ വേർഡ് ഏതാണ്? ഒപ്പുലന്റ് ആണ്. ഒപ്പുലന്റ് വേർഡിന്റെ അർത്ഥം വെരി വെൽത്തി ആണ്. അപ്പൊ മാഗ്നം ഒപ്പോസ് മീൻസ് എ ഗ്രേറ്റ് വർക്ക് ആൻഡ് ഒപ്പുലന്റ് മീൻസ് വെരി വെൽത്തി. ഇനി എക്സ് ഓർബിറ്റൻ. എക്സ് ഓർബിറ്റൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. സംതിങ് ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പം മാഗ്നം ഒപ്പോസ് മീൻസ് എ ഗ്രേറ്റ് വർക്ക്. അതായത് വലിയൊരു എന്താണ് ഒരു സൃഷ്ടിയാണ്, വലിയൊരു സൃഷ്ടിയാണ്. എ ഗ്രേറ്റ് വർക്കിനെയാണ് മാഗ്നം ഒപ്പോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വെരി വെൽത്തി, നല്ല സമ്പാദ്യമുള്ള. വെരി വെൽത്തി എന്ന് പറയുന്നത് എന്താണ്? ഒപ്പുലന്റ് എന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. ഇനി സംതിങ് ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, വളരെ മൂല്യം കൂടുതൽ, വിലമതിക്കുന്ന വാക്ക് എന്ത് പറയുന്നു? എക്സ് ഓർബിറ്റൻ അല്ലെങ്കിൽ എക്സ്ട്രാ വാഗന്റ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ന്യൂ വേർഡ്സ് ആണ്. ആ ന്യൂ വേർഡ്സ് ഒരു പേഴ്സണെ കുറിച്ച് പറയുന്നതാണ്. ഫസ്റ്റ് വൺ നോവിസ് എന്നാണ്. നോവിസ് എന്ന് പറയുന്ന അതെന്താണ്? നോവിസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. എങ്ങനത്തെ പേഴ്സൺ ആണ്? ഹി ഈസ് എ ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ. അത് ഏത് പ്രൊഫഷനെയും ഒരു തുടക്കക്കാരനെ, ബിഗിനറെ വിളിക്കുന്ന പേരാണ് നോവിസ് എന്ന്. ഇനി അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഏത് പ്രൊഫഷനിലും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളിനെ നമ്മൾ വിളിക്കുന്നത് വെറ്ററൻ ആണ്. അതായത് വെറ്ററൻ. വെറ്ററൻ അത് എന്താണ്? എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ വെറ്ററൻ ആണ് പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. അപ്പൊ കുറെ കാലമായിട്ട് ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? വെറ്ററൻ എന്ന് വിളിക്കും. ഇനി നോവിസ് എന്ന് പറഞ്ഞാൽ ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ. ഏതൊരു പ്രൊഫഷന് തുടക്കക്കാരനെ നോവിസ് എന്ന് വിളിക്കും. വെറ്ററൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 115/2025 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. Till then, bye from me. Thank you.